അപ്പോൾ അതേ നമ്മുടെ കീടനാശിനി വെച്ചിട്ടിപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മട്ടൊക്കെ താഴെ കടിഞ്ഞു, വെള്ളം മാത്രമാണ് മുകളിൽ നിൽക്കുന്നത്. അതേപോലെ നമ്മുടെ കീടനാശിനി റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു സാധനത്തിൻ്റെ ഒരു തുള്ളി വീണാൽ പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ ഇലയിലേക്ക് ഒരു പ്രാണിയോ ചെറിയൊരു പുഴുവോ പോലും തൊടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടിട്ടുള്ള ഒരു കുക്കുംബറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം 3 പാത്തിയോളം ഉണ്ടാക്കിയിട്ട് ആ പാത്തിക്കകത്താണ് നമ്മളിപ്പം നട്ടിരിക്കുന്നത് കണ്ടോ. പക്ഷേ നമ്മൾ നട്ട് ഒരാഴ്ച ആയപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു കുക്കുംബറിൻ്റെ ഇലകളൊക്കെ എന്തൊക്കെയോ ജീവികളോ പ്രാണികളൊക്കെ വന്നിരുന്ന് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ കുറവാണെങ്കിലും നമുക്കിത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഒട്ടുമുക്കാലെണ്ണത്തിൻ്റെയും ഇലകൾ മുഴുവൻ അത് തിന്നിട്ടുണ്ട്. അതായത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വളർന്നു വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇലയൊക്കെ തിന്നുന്നതുകൊണ്ട് ഇത് മുരടിച്ച് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കാൻ കഴിയും. ജൈവം എന്ന് പറഞ്ഞാൽ വളരെയധികം ജൈവമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കിപ്പം അത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അങ്ങനൊരു കീടനാശിനി ഉണ്ടാക്കി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഒരു പുഴുവോ അല്ലെങ്കിൽ ഒരു പ്രാണികളോ ഒന്നും തന്നെ നമ്മുടെ യാതൊരു വിധമായ പച്ചക്കറികളിലും തൊടത്തില്ല. അപ്പോൾ നേരെ നമുക്ക് അത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അന്നേരം നമ്മൾ ആ ജൈവ കീടനാശിനി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. വെറും കഞ്ഞിവെള്ളമല്ല, ഒരു ദിവസം പഴക്കമുള്ള പുളിച്ച കഞ്ഞിവെള്ളം. ഇവിടേക്ക് വരുമ്പോൾ വേപ്പിൻ പിണ്ണാക്കുണ്ട്. പിന്നെ വേണ്ടുന്നത് കുറച്ച് വില കൂടിയ ഐറ്റമാണ് നമ്മുടെ വെളുത്തുള്ളി. വെളുത്തുള്ളി ഉണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞ ഈ വെളുത്തുള്ളിയുടെ വിലയ്ക്ക് നമുക്ക് ഒരിക്കലും ഒരുപാട് കൃഷി വളർത്താൻ പറ്റത്തില്ല. നമുക്ക് അടുക്കളത്തോട്ടമായിട്ടുള്ള കുറച്ചൊക്കെ കൃഷി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കുറച്ചധികം ഗ്രോ ബാഗുകളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. മറ്റു കുറച്ച് സാധനങ്ങൾ നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് അടുക്കളത്തോട്ടമുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു 3 കൂട്ടം ഐറ്റം വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം വേണ്ടുന്നത് ഈ ഒരു കഞ്ഞിവെള്ളം 1 ലിറ്ററോളം നമുക്കൊന്ന് ഒഴിച്ച് മാറ്റണം. ഇതൊരു 1 ലിറ്ററിൻ്റെ ഒരു കപ്പാണ്. ആ 1 ലിറ്ററിൻ്റെ കപ്പിലേക്ക് നമ്മൾ 1 ലിറ്റർ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ല കട്ടി കൂടിയ കഞ്ഞിവെള്ളമാണ്. പക്ഷേ നമുക്കിതിന് കട്ടി കുറയ്ക്കണം. അപ്പം ഇതിനകത്തേക്ക് നമുക്കിനി ചെയ്യേണ്ടത് ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് ഏകദേശം ഒരു 2 പിടിയോളം, നമ്മുടെ കയ്യിലുള്ള 2 പിടിയോളം നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 1 പിടി ഇടണം. അതിനുശേഷം നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ചതച്ച് ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം. അന്നേരം നമ്മൾ നമ്മുടെ ആ ഒരു വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഈ ഒരു വെളുത്തുള്ളി എടുത്തതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഏകദേശം നമുക്കിനി 24 മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഒരു വെള്ളം എടുക്കത്തുള്ളൂ. അപ്പം ബാക്കി നമുക്ക് നാളെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് എങ്ങനെ ഇരിക്കട്ടെ കണ്ടത്. നമുക്ക് ഈ കിടക്കുന്ന ഒരു തരിയൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് മിക്സായി ചേരണം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ബാക്കി ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ കീടനാശിനി വെച്ചിട്ടിപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മട്ടൊക്കെ താഴെ കടിഞ്ഞു, വെള്ളം മാത്രമാണ് മുകളിൽ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഇവനെ ഇങ്ങനെയല്ല ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് ഈ ഒരു ഭരണിയിൽ നിന്ന് അടച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കിയെടുക്കാം. കുലുക്കിയപ്പോൾ പാടടി കിടന്ന മട്ട് മുഴുവൻ നല്ല രീതിയിൽ വെള്ളത്തിൽ കലങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് ഈ ഒരു അരിപ്പയിലേക്ക് ഇതിനെ വെച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനപ്പോൾ ആദ്യത്തെ ആ ഒരു ടിന്ന് മുഴുവൻ ഒഴിച്ച് മാറ്റി കേട്ടോ. അപ്പം നമുക്ക് രണ്ടാമത്തെ ടിന്നങ്ങ് ഒഴിക്കാം. ഇതിനകത്ത് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് ഒരു മട്ട് മുഴുവൻ നമ്മുടെ നെറ്റിന് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഇതിനകത്തുള്ള നീര് മാത്രമേ താപ്പോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇത് മുഴുവൻ നമുക്കൊന്ന് ഒഴിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. അരിച്ച് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്നത് മട്ടാണ് ഈ കാണുന്നത്. ഇത് കളയരുത്, ഇത് നമുക്ക് മറ്റൊരു കാര്യത്തിന് ഉപകാരപ്പെടും. അതുകൊണ്ട് ഇതിനൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം. അന്നേരം നമ്മുടെ കീടനാശിനി റെഡി ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് കട്ടി കൂടുതലാണ് കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ചത് പറഞ്ഞാൽ കട്ടി കൂടുതലാണ്. അങ്ങനെ കട്ടി കൂടുതലെന്ന് തോന്നുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം, ഒരു 250 മില്ലിയോ 1 ലിറ്റർ വെള്ളം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊരു സ്പ്രേയറിനകത്താക്കി അടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിൻ്റെ തരി കൂടുതലായിരിക്കും. ഇത് തന്നെ കാണുമ്പോൾ പറയാം തരി കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഇതുപോലൊരു കുപ്പി വെള്ളം എടുത്തിട്ട് അതിനകത്ത് സുഷിരം വെള്ളം ഇട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ചെടിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അന്നേരം ഞാൻ കാണിച്ചിട്ട് ആ കുക്കുംബറിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇലയൊക്കെ മാക്സിമം അത് തിന്ന് കഴിഞ്ഞു. ഇനിയെങ്കിലും നമ്മുടെ ഇതിൻ്റെ ഒന്നും ഇല ഒന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് പ്രയോഗിക്കേണ്ടത് വളരെ സിമ്പിളാണ്. ഞാൻ ഇത് ഇട്ടിട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ട് കുറേശ്ശെ നിങ്ങൾക്കിതിൻ്റെ മുഴുവൻ ഇലയുടെ മുകളിലേക്കും ഇങ്ങനെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരൊറ്റ പ്രാണി പോലും നമ്മുടെ ഈ ഒരു ഇലയിലെങ്കിലും തൊടില്ല. ഈ ഇലയുടെ അടിഭാഗത്തായിട്ടും കൊടുക്കണം കേട്ടോ. അത് നമുക്ക് ഒരു മുകളിൽ ഒഴിച്ചിട്ട് ഒരു കുപ്പി തിരിച്ച് പിടിച്ചിട്ട് നമുക്കിതിൻ്റെ എല്ലാ അടിഭാഗത്തും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഞാൻ പറഞ്ഞത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ പവറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കീടത്തെ പിന്നെ അടുപ്പിക്കാത്തത്. ഇതിൻ്റെ ആ ഒരു കട്ടിയുള്ള ആ ഒരു വെള്ളം നമ്മുടെ ഒരു തണ്ടിലും ഇലയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പം പുതിയ പ്രാണികൾ വന്ന് വരുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അതിലങ്ങ് പറ്റിച്ചേർന്ന് പോകും. കാരണം ഇതിൻ്റെ ഒരു പശുപ്പിൽ. അതുകൊണ്ടാണ് ഇതൊരു കീടനാശിനിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത് ശരിക്കും. അന്നേരം മനസ്സിലായാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അധികം ചിലവൊന്നും ഇല്ലാതെ വളരെയധികം ജൈവമായിട്ട് മാത്രം സൃഷ്ടിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പച്ചക്കറിയെല്ലാം സേഫായിട്ട് വളരും. ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനും കഴിയും.